ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ, ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി കുറേ ദിവസത്തിന് ശേഷമാണ് ഷാജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഞാൻ സത്യസന്ധമായി പറയാം, ഷാജിൻ്റെ അക്കൗണ്ട് ഞാൻ എപ്പോഴും എടുത്ത് നോക്കലുണ്ട്. കാരണം ആദ്യത്തെ എൻ്റെ റീച്ചുള്ള വീഡിയോ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സീസ് ഡേ ബൈ ഡേ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള് ഇപ്പോൾ കുറച്ച് ദിവസമായി മിണ്ടാപ്പൂച്ചേൻ്റെ അവസ്ഥയാണ്. ഒന്നുമില്ല എന്ന് വെച്ചാൽ ഒന്നുമില്ല. ലൈവ് കാണുന്നില്ല, ഷോർട്സ് വീഡിയോ ഇല്ല, ബ്യൂട്ടി ക്രീം ഇല്ല, തെറിവിളിയില്ല, ഒന്നുമില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ട് വീട്ടിലെ വ്ളോഗുകളും കുക്കിംഗ് വ്ളോഗും മാത്രം കണ്ടിങ്ങനെ മുന്നോട്ട് പോവുക. അപ്പം ഞാൻ ആലോചിച്ചു, എവിടുന്നോ നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. അപ്പം അടി കിട്ടിയത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് ആദ്യം ഷാജി ആളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് കംപ്ലീറ്റ് നോക്കാം. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു സംഭവമാണ്. ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി, പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ അത് പുറത്തു തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഓയിന്റെ അപ്പ എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ഷാജിന്റെ വായെന്ന് വരുന്ന ഒരു മൊഴികളാണോ ഇത്? ഞാൻ എൻ്റെ ഉമ്മാനോട് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി സ്വയം സഹതപിച്ച് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മക്കൾ പോലും സ്വന്തം അമ്മേനോട് ചെയ്യാത്ത അത്രയും വലിയ ദ്രോഹമാണ് ഈ കയറി ചെയ്തത്. നമ്മളുടെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് റിയാക്ട് ചെയ്ത് സംസാരിച്ച സമയം വരെ ഇവർ വീണ്ടും ഇത് ചെയ്യാന്നല്ലാണ്ട് ഇവരിൽ ഒരു മാറ്റവും തോന്നിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ 3-4 മാസം കൊണ്ട് ഇങ്ങനൊരു മാറ്റം വന്നേ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ കോൺട്രവേഴ്സിനെ പറ്റി അറിയും എന്നുള്ള കാര്യം അറിയില്ല. ഷാജിക്ക് ആളുടെ ഉമ്മയായിട്ട് ചില പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് ഉമ്മാൻ്റെ വളരെ വൃത്തികെട്ട ഒരു വീഡിയോ ആളുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആളുടെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ കുറ്റം പറയുക, കുടുംബത്തിലുള്ള ആൾക്കാരുടെ കുറ്റം പറയുക, അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ലൈവ് സ്ട്രീമിംഗ് നടത്തുക, ഇതൊക്കെയായിരുന്നു പരിപാടി. കുട്ടികളെയും കൂട്ടി നിർത്തി ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും പറയുമായിരുന്നു കുട്ടികളെ കൂട്ടി നിർത്തി ചെയ്യരുത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യരുത്, എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് മോശമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ഇരുന്ന് തെറി വിളിക്കലായിരുന്നു ലൈവിലെ പരിപാടി. ഇങ്ങനെയൊക്കെ പോയി പെട്ടെന്നൊരു ദിവസം ആളങ്ങ് സൈലൻ്റ് ആവുന്നു. ലൈവില്ല, വീഡിയോ ഇല്ല, യൂട്യൂബ് ഇല്ല, ഒന്നുമില്ല. ഇപ്പം യൂട്യൂബിൽ വീണ്ടും ആക്റ്റീവായി. അതും ആക്റ്റീവായത് കുക്കിംഗ് വ്ളോഗുമായിട്ട്. എന്താ ഇവിടെ നടന്നേന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കൂടോത്രങ്ങൾ ഉമ്മ വെച്ചിട്ട് പോലും മാറാത്തൊരു മോള് ഇത്രയ്ക്കൊക്കെ മാറിയോ? ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുമോ? എന്തായാലും ഇങ്ങനൊരു മാറ്റം സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് വന്നല്ലോ. പക്ഷെ ഞാൻ വീണ്ടും പറയാം, സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിയിട്ടുള്ളതും സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു കണ്ടന്റും ഒരു വീഡിയോയും ആരും മറക്കാൻ പോകുന്നില്ല. അതെല്ലാം സേഫായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ പോകുന്ന പോലെ നിങ്ങൾ ഇനി വീഡിയോ ഇട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ, കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എൻ്റെ യൂട്യൂബിൽ കാണില്ല, എൻ്റെ ഷോർട്സിൽ കാണില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറയാൻ, എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണ് അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല. അത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെയും ഈ എന്താ പറയാ, വീണ്ടും എടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ക്യാമറ വെച്ച് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് റിയാക്ട് ചെയ്യുന്ന സംഭവമല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കൂടെ എടുത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു സാധനമാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്താണെന്നുള്ളത് ആ വീഡിയോ കൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ ഇനി എന്തൊക്കെ
ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഇനി ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബ് ചാനൽ നിർത്തി ഈ ലോകത്തുനിന്ന് പോയി. 20 കൊല്ലം കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കാണുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരും ഉമ്മാൻ്റെ വൃത്തികെട്ട വീഡിയോ യൂട്യൂബ് ചാനലിലിട്ടൊരു പെണ്ണുങ്ങൾ എന്ന നിലയിൽ മാത്രമേ ഓർമ്മ വരൂ. ഷാജിദ ഷാജീനെ പറ്റി സംസാരിക്കുകയാണെങ്കിലും അത് മാത്രമേ ആർക്കും ഓർമ്മ വരൂ, നിങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. അപ്പം ഇത്രയും വൃത്തികേട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. ഇനി ഇതിനെപ്പറ്റി സംസാരിച്ച ആൾക്കാരും ഇത് കണ്ട ആൾക്കാരും മുഴുവൻ മറക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇടുന്നതിൻ്റെ മുമ്പ് ആലോചിക്കണമായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് വിവരമില്ലായ്മ. എന്ത് വിവരമില്ലായ്മയാണ് നിങ്ങൾ ഈ പറയുന്നത്? സ്വന്തം ഉമ്മാൻ്റെ പേഴ്സണൽ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടാൻ അതിന് എന്ത് വിവരമാണ്? അറ്റ്ലീസ്റ്റ് കുറച്ച് പ്രായമായ കുഞ്ഞു മക്കൾക്ക് വരെ അറിയാം. ചെറിയ മക്കൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മളിപ്പോൾ അവരെ ക്ലോസ് ആയിട്ട് എടുത്ത് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് വളരെ പ്രോപ്പർ അല്ലാത്ത രീതിയിലാണ് അവർ വേഗം നമ്മളുടെ ഡ്രസ്സ് റെഡിയാക്കി തരും. എത്ര കുട്ടികളുണ്ട്? അല്ലെ ഒരു 10ാം ക്ലാസ്സിലെത്തിയാൽ ഇത് നിങ്ങൾ 5 മക്കളുടെ അമ്മയാണ്. ഈ അമ്മയാണ് സ്വന്തം ഉമ്മാൻ്റെ വേണ്ടാത്ത വീഡിയോ കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഇത് വിവരമില്ലായ്മ എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? പണ്ടും ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞതാണ്, നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഒരു നാൾ കിട്ടും. ഇപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. സംഭവിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വലിയ ഡീസൻ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേര് ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് നല്ലൊരു ഷോപ്പ് കിട്ടുന്നില്ല, റെൻ്റലിനൊരു വീട് കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ഒതുങ്ങി കുട്ടികളെയും ബാധിച്ചു തുടങ്ങിയ സമയത്ത് ഇതൊക്കെ തന്നെയാണോ നമ്മളും പറഞ്ഞിട്ടുള്ളത്? ഇനി ഷാജിദ ഷാജി ഫുൾ ടൈം ഫൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ടോപ്പിക്കുകൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാക്കലായിരുന്നു. അങ്ങനെ ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഭാര്യയുടെയും ഉമ്മാൻ്റെയും വീഡിയോ ഒക്കെ എടുത്ത് വളരെ മോശമായ രീതിയിലും മോശമായ തമ്മിലും വെച്ച് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രചരിപ്പിച്ചു. ഒരു ഭർത്താവും സഹിക്കില്ല സ്വന്തം ഭാര്യേനെയും ഉമ്മാനെയും ഈ രീതിയിൽ ചെയ്താൽ. അങ്ങനെ ഈ പെർട്ടിക്കുലർ വ്യക്തി ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തിക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ നല്ല രീതിയിൽ പണി കൊടുത്ത് അങ്ങനെ ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ആൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ഈ വീഡിയോയിൽ കേട്ടു നോക്കാം. ഞാൻ കല്യാൺ സിൽക്സ് തുറക്കണെന്നാ പറഞ്ഞത്. ഒരു ചെറിയൊരു കട അവിടെ തുറക്കുക, അത് അയാൾ അനുവദിച്ചതന്നെ ഒരു മഹാഭാഗ്യം. എന്റെ ഈ വീഡിയോ ഇതൊക്കെ പാടാൻ കണ്ടേക്കേ ആൾക്ക് മനസ്സിലായി മാസം വാടക ഉണ്ടാവില്ല, ലൈവേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. എളുപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ യേശുദാസിനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കായിരുന്നു. എന്താ അറിയില്ല, എനിക്ക് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളും വീഡിയോ ചെയ്യുന്ന ആളാണ് നമ്മൾ. പക്ഷെ ഇങ്ങനെയൊക്കെ കോമഡി ആയിട്ട് ഒരാൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുകയെന്ന് കാരണം ഭയങ്കര രസകരമായൊരു ഡയലോഗ് ഇയാൾ പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. മാസം അടയ്ക്കാൻ പൈസ ഉണ്ടാവില്ല, ലൈവാ ഉണ്ടാവുക എന്ന് തോട്ട് പോയേ. എന്നാലും ബാക്കി കേൾക്കാം. യേശുദാസും ഇല്ല, MG ശ്രീകുമാറും ഇല്ല, സന്തോഷ് പണ്ഡിറ്റും ഇല്ല, കടയില്ല, ഒന്നുമില്ല. മോക്കപ്പാടൻ മൂഞ്ചി. ഓളെ മറ്റേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ഒരാളുണ്ട്, അതാണ് ആദ്യം ഇവിടെ ഒഴിവാക്കിയത്. എന്റെ ഈ പ്രശ്നം കാരണം ആദ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഷെരീഫെ ഇനി ഞാൻ ഒരു മെസ്സേജ് കൊണ്ട് പോലും ഓലെടുത്ത ഒരു ബന്ധത്തിന് ഞാൻ പോകൂല, ഇന്നതിലേക്ക് തെറ്റിദ്ധരിക്കരുത്, എനിക്കിതിലൊരു റോളും ഇല്ല, അള്ളാനെ ഓർത്തിട്ട് ഇതിലേക്ക് വലിച്ചിടരുതെന്ന്. ഞാൻ പറഞ്ഞു, ഇതിലില്ലെങ്കിൽ ഇജ്ജ് പേടിക്കേണ്ട കാര്യമില്ല, ഇതങ്ങോട്ട് മാറിയിരുന്നു, പക്ഷെ ഇനി എന്നെ ഇതിൽ കാണരുത്. അപ്പൊ പറഞ്ഞോ ഒരിക്കലും ഇല്ല, കാരണം എനിക്ക് എന്റെ അനിയനും ഇജ്ജും ഒക്കെ ഒരേ മാതിരി തന്നെ, നിന്നേക്കാ വലുതല്ല എനിക്ക് ഒരിക്കലും അവളെ ഒറ്റ മെസ്സേജ് വാട്സാപ്പിൽ ഞാൻ അയച്ചതാ. ഓള് പെട്ടിയും പ്രമാണം എടുത്തിട്ട് പോന്നു. അവിടുന്ന് മഹല്ലേരും പോലീസും പാടെ കൂടിയിട്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഓളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ഇവൾക്ക് പോകാനൊരു നാടുണ്ടായിരുന്നില്ല. അതിലാണ് ഇവളെ മെസ്സേജ് കണ്ടേക്ക് ഇവളോട് ചോദിച്ചതേ, എടീ അവിടെ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടുമോ, എനിക്ക് തൽക്കാലം ഒന്ന് നിൽക്കാനാണ്. അപ്പൊ ഇവളാണ് ഈ സ്ത്രീ. ഇവളിപ്പോ നിൽക്കുന്ന വീടില്ലേ, ഈ വീട്ടിൽ ഇതിന്റെ മുമ്പ് ഒരു പെണ്ണ് തൂങ്ങി മരിച്ചിട്ട് ഈ വീട്ടിൽ ആരും ഈ വീട് എടുക്കുന്നില്ല. എത്ര വാടക കമ്മിയാക്കി കൊടുത്താലും ഈ വീട് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവിടെ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തോ ഭർത്താവും മറ്റേ അവളും തമ്മിലൊരു ഇഷ്യൂ ആയിരുന്നു, അതിന്റെ പേരിൽ പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു. അങ്ങനെ ആ വീട് കുറെ കാലം കൂട്ടിയിട്ട് കിടക്കായിരുന്നു. അതിന്റെ അടിയേക്കാണ് ഈ വന്നത്. അപ്പൊ പിന്നെ വന്നത് ശൈത്താനല്ലേ, അതുകൊണ്ട് പേടിച്ചല്ലാതെ ഇതിനോട് കൊടുത്തതാ. പക്ഷെ ഇത് മെനയായി, ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞിട്ടും ഇറങ്ങണില്ല. ഇപ്പൊ അത് അങ്ങനെ അവിടെ കൂടിയിരിക്കാണ്. ശൈത്താൻ ഇനിയിപ്പോ എന്താ, ആയത്തിൽ കുറിച്ച് ഓതിയിട്ടടക്കം പോകാത്ത ശൈത്താനുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതാണ് ഇപ്പൊ ആ പെരക്കാര അവസ്ഥ. ഓലോട് കംപ്ലൈന്റ് പറയുന്നുള്ളൂ, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പറയുന്നുണ്ട് ഓള് ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാ പോകാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങാണ്. കുപ്പിയില് കൂറ വട്ടമാരി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ മൂപ്പത്തേര് ആരോടൊക്കെ പറയുന്നുണ്ട്. ഈ ഹൗസ് ഓണർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ഫുൾ വീഡിയോ വരുന്നത് കാണണം.
നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിരിച്ച് ചാവും. ആ രീതിയിലാണ് ആൾ കൗണ്ടർ പറയുന്നത്. അപ്പം കൗണ്ടർ അപ്പാർട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഷാജി നിന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ ടീം കേസും കാര്യങ്ങളും നാട്ടുകാരും പള്ളി കമ്മിറ്റിയും എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് ആളെ അവിടുന്ന് മാറ്റിയതാണ്. അതിനുശേഷം വേറൊരു സ്ഥലത്ത് പോയി. ആ സ്ഥലത്ത് പോയി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിലും ഇതിനു മുമ്പ് ഒരു സൂയിസൈഡ് നടന്നതാണ്. അപ്പോൾ ആരും നിൽക്കാണ്ട് വന്ന സമയത്താണ് ഷാജിക്ക് ആ പെർട്ടിക്കുലർ വീട് കൊടുത്തതെന്നും ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചിട്ട് പോകുന്നില്ല എന്നും, പുള്ളിക്കാരിക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി സ്ഥലം കൊടുത്ത അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് കൊടുത്തിട്ടുള്ള ആൾക്കാർ പിന്നെ അവിടെ ബിസിനസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. ഇങ്ങനെയൊക്കെയാണ് ഈ പെർട്ടിക്കുലർ ഷെരീഫ് എന്ന് പറയുന്ന ആളുടെ വീഡിയോയിൽ വന്ന് പറയുന്നത്. ഇതിൽ കൂടെയൊക്കെ ഓവറോളായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഷാജി ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നാട്ടുകാർക്ക് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ആ മനസ്സിലായതിൻ്റെ ഭാഗമായി പുള്ളിക്കാരിക്ക് ബിസിനസ് ചെയ്യാനോ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല. അപ്പം ഷാജിൻ്റെ ആ ഒരു മുഖമില്ലേ, തെറിവിളി എന്ന് പറയുന്നൊരു മുഖം, വീട്ടുകാരെ കുറ്റം പറയുക എന്നൊരു മുഖം, ഈ ലൈവിൽ കൂടെ പലതും പറയുക എന്നുള്ളൊരു മുഖം, ഈ മുഖം മുഴുവൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ വളരെ അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നതും ലിവർ കറി ഉണ്ടാക്കുന്നതും തേങ്ങാക്കൊത്തിട്ട ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചത്. അപ്പം കിട്ടേണ്ട പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നാവാത്തവന്മാർ ഏതാണെങ്കിലും നന്നാവും എന്നുള്ളത് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. അല്ല നമുക്കില്ലേ, ഞാൻ പറയട്ടെ, എനിക്കിപ്പോ കുറച്ച് ഒരു 1 വീക്കായിട്ട് ഭയങ്കര, കാരണം എന്താണ് നമ്മളെ വിട്ട കാര്യം പിന്നെയും നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ, നമ്മുടേതായ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. ആരുടെ അടുത്തും ഒരാളുടെ അടുത്തും 1 ഉറുപ്പിക്ക് നമ്മൾ പോണില്ല. ഞാനുണ്ട്, എൻ്റെ മക്കളുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ജീവിച്ചു പോണത്. അതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മളെ എന്താ പറയാ, പിന്നാലെ നടന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തണം, നമ്മളെ പിന്നാലെ നടന്നിട്ട് വീഡിയോസ് ഇടുകയാണ്. അപ്പൊ ഒരു പരിധിയില്ലേ, നമുക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, ക്ഷമയ്ക്ക്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടും ഭവാൻ. ഇത്രയേ എനിക്കിവിടെ പറയാനുള്ളൂ. നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളിപ്പോൾ അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. സോ കുറച്ച് ടൈം എടുക്കും. ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ കാണിച്ചതെങ്കിൽ മേ ബി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം പല ആൾക്കാരും മറന്നുപോകും. നിങ്ങൾ ലൈവിൽ വന്ന് ചീത്ത പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്തതാണെങ്കിലും ഒക്കെ മറന്നുപോകും. പക്ഷേ നിങ്ങൾ ചെയ്ത കുറേ പ്രവൃത്തികൾ ഒരു വ്യക്തി പോലും മറക്കാത്ത കാര്യങ്ങളാണ്. ഒരു വ്യക്തിക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങളും ഷെരീഫും തമ്മിലാണ് പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ ഷെരീഫിൻ്റെ വീഡിയോ എടുത്തിടായിരുന്നു. അവരുടെ ഉമ്മാൻ്റെയും ഭാര്യേൻ്റെയും വീഡിയോ അവരുടെ വീട്ടിൽ കയറി എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉമ്മാൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലിട്ടത്. ഏത് മക്കൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം അനുഭവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഈ മാറ്റം നല്ലതാണോ ചീത്തയാണോ, കബളിപ്പിക്കലാണോ, അല്ലെ കുറച്ച് നേരത്തേക്കുള്ളൊരു അടങ്ങലാണോ, അത് കഴിഞ്ഞ് പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും തെറിവിളിയായിട്ട് ലൈവിൽ വരുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പം നിൽക്കുന്നത് പോലെ ഇനി അങ്ങോട്ട് ലൈഫ് ലോങ് നിൽക്കുകയാണെങ്കിൽ കുറേയൊക്കെ ആൾക്കാർ മറക്കും. അത്രേ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.